Hello dear children, welcome to Kids Area Online. 5ാം ക്ലാസ്സിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അടിസ്ഥാന പാഠാവലി എളുപ്പമായിരുന്നോ? എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയോ? യെസ്, ഓക്കെ. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷനുകൾ നൽകുന്നുണ്ട് കേട്ടോ. കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷനിലാണ് നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG ക്ലാസ്സുകൾ മുതലുണ്ട്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം റീഡിങ്ങിനും റൈറ്റിങ്ങിനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 5ാം ക്ലാസ്സിലെ എക്സാം ആണ്. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനം എപ്പോഴും പറയുന്നത് പോലെ നിർബന്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ബാക്കിയുള്ള 5 ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. സന്തോഷ് ഏച്ചിക്കാനം എന്നുള്ള ഒരു കവിയുടെ ചെറിയൊരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ട്. ഉത്തരം കണ്ടെത്തി എഴുതുക എന്നാണ്. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെന്റ് മണ്ണും മാത്രം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മുമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ച് ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തി കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. ഇത് മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന ആ ഒരു ചെറിയൊരു ഭാഗത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ 5 ചോദ്യങ്ങളുണ്ട്. 1ാമത്തെ ചോദ്യം, ഗ്രാമം മൂക്കത്ത് വിരൽ വച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. ചുറ്റുപാടും ദുർഗന്ധമുള്ളത് കൊണ്ട് മൂക്കുപൊത്തി. സ്വയം നാണം വന്നതുകൊണ്ട് മൂക്കിൽ വിരൽ വച്ചു. ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മൂക്കിൽ തൊട്ടു. ഇതിലേതായിരുന്നു ശരി ഉത്തരം? എ ആയിരുന്നു ശരി ഉത്തരം. കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. 2ാമത്തെ ചോദ്യം, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത്? സന്തോഷം, ദാരിദ്ര്യം, പരിഹാസം, നിസ്സംഗത. എന്തായിരുന്നു? ദാരിദ്ര്യമായിരുന്നു ശരി ഉത്തരം. 3ാമത്തെ ചോദ്യം, സുജിത്ത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? തണുത്ത വെള്ളത്തിൽ ഇരുത്തിയപ്പോൾ, അയൽക്കാർ മറന്നപ്പോൾ, മഴ പെയ്തപ്പോൾ, കഴിക്കാൻ കൊടുത്തപ്പോൾ. എപ്പോഴായിരുന്നു? മഴ പെയ്തപ്പോഴായിരുന്നു. 4ാമത്തെ ചോദ്യം, ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത്? അയൽക്കാരെ ഓർത്ത്, അമ്മുമ്മയെ ഓർത്ത്, കൂണുകൾ മുളയ്ക്കുമെന്നതിനാൽ, വെള്ളം തണുക്കുന്നതിനാൽ. എന്തായിരുന്നു ശരി ഉത്തരം? കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. 5ാമത്തെ ചോദ്യം, 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. എപ്പോൾ? ഓലപ്പുര ചോർന്നപ്പോൾ, ഭക്ഷണവുമായി ഇനി അമ്മുമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ, തോട്ടിൽ വെള്ളം കയറിയപ്പോൾ, ശക്തമായി മഴ പെയ്തപ്പോൾ. ഉത്തരം എന്തായിരുന്നു? ഭക്ഷണവുമായി ഇനി അമ്മുമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ. ഓക്കെ, ഈ 5 ചോദ്യങ്ങളും എല്ലാവരും ശരിയായി ഉത്തരം എഴുതിയല്ലോ. യെസ്. അപ്പോൾ 2ാമത്തെ പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഈ കഥ നിങ്ങൾക്കറിയാം. അമ്മ എങ്ങനെയാണ് മോനെ നോക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അമ്മയുടെ സ്വഭാവം, അമ്മ എങ്ങനെയായിരുന്നു, അമ്മ എന്നതിനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അമ്മ എങ്ങനെയൊക്കെ പെരുമാറി, എങ്ങനെയൊക്കെയായിരുന്നു അമ്മയുടെ സ്വഭാവം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എ പാർട്ട്, എ ചോദ്യം. ബി ചോദ്യം, അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? ആ പാഠം തീരുന്നതേ ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷയോട് കൂടിയാണ്. എന്തായിരുന്നു? ഊഞ്ഞാൽ വേണം എന്നതായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ. ഊഞ്ഞാൽ വേണം. 3ാമത്തെ പ്രവർത്തനം വിശകലന കുറിപ്പായിരുന്നു. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പരിക്കേറ്റ കുട്ടി എന്ന കവിത, അതിനെക്കുറിച്ച്
കുറിപ്പ് തയ്യാറാക്കുക. ആദ്യം അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള കുറിപ്പായിരുന്നു. ഇവിടെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയുടെ കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു എ ക്വസ്റ്റ്യൻ. അതിൽ ബി ക്വസ്റ്റ്യൻ, കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത? പരിക്കേറ്റ കുട്ടി എന്ന കവിത ഏതിൽ നിന്നുള്ളതായിരുന്നു? പുഷ്പവാടിയിൽ നിന്നുള്ളതായിരുന്നു. പുഷ്പവാടി എന്നതിൽ നിന്നുള്ള ആ കൃതിയിൽ നിന്നുള്ളതായിരുന്നു പരിക്കേറ്റ കുട്ടി എന്ന കവിത. ഓക്കെ, പ്രവർത്തനം 3 വരെ എല്ലാവരും ശരിയായി എഴുതിയല്ലോ. അടുത്ത പ്രവർത്തനം 4 ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. കടൽ, നീതു ജെ എഴുതിയ കടൽ എന്ന കവിതയാണ്. കടലെ നിന്നുടെ കഞ്ഞിയിൽ ആരാണ് ഉപ്പ് കലക്കി പറയാമോ? ഉപ്പത് കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു? നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? ഇപ്പൊ നീതു ജെ എഴുതിയ ഒരു ചെറിയൊരു കവിതയാണ് കടൽ. കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കടലെ, കടലിൽ ആരാണ് ഉപ്പ് കലക്കി? ഉപ്പ് കലക്കിയത് കൊണ്ടാണോ നീ എപ്പോഴും ഇങ്ങനെ തിരമാല പോലെ ആർത്ത് തുള്ളുന്നത്? നിന്നെ കാണാൻ നിൽക്കുന്നേരം നീ തിരകൾ കൊണ്ട് നമ്മൾ നനയ്ക്കുകയാണ്. നിന്റെ കയ്യിൽ മുത്തുണ്ടോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ മുത്തിലൊരെണ്ണം എനിക്ക് തരാമോ എന്നുള്ളതാണ് ഈ കവിതയിലെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിന്റെ ആസ്വാദനം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. 5ാമത്തേത് അനുഭവക്കുറിപ്പാണ്. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി, അതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് എഴുതാനാണ് ഈ അനുഭവക്കുറിപ്പ്. ബി, മിറിയയ്ക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? നിങ്ങൾക്കറിയാലോ, അതിൽ പറയുന്നുണ്ട് പരീക്ഷ എഴുതി കൊടുത്തതല്ല, ഷൂ വൃത്തിയാക്കിയത് മിറിയയാണ്, അതല്ല, അച്ഛനമ്മമാരെ കണ്ടെത്തിയതല്ല. കൂട്ടുകാർക്ക് അവർ മിറിയയ്ക്ക് വേണ്ടി ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ്? ചുടുകുപ്പായങ്ങൾ വാങ്ങി. അതായിരുന്നു ശരി ഉത്തരം. പ്രവർത്തനം 6 സ്നേഹ സന്ദേശമാണ്. കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക. നിങ്ങൾക്കറിയായിരിക്കും, നമ്മെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്നേഹ സന്ദേശം. നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്നേഹ സന്ദേശം നിങ്ങളത് തയ്യാറാക്കുക. സ്നേഹപ്പതിപ്പിലേക്കൊരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. അപ്പം എല്ലാവരും 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. എഴുതിയല്ലോ? എല്ലാവരും എഴുതിയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പഠിപ്പുമായും അതുപോലെ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ. താങ്ക് യു ചിൽഡ്രൻ. ബൈ ബൈ.